ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് കൊലപാതകം. ഇപ്പോൾ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര എന്ന് പറയുന്ന ഒരാൾ 2 പേരെയാണ് വെട്ടിക്കൊന്നത്. അതൊരു മുൻവൈരാഗ്യത്തിൻ്റെ പേരിലാണ് ഈ കൊലപാതകം നടന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു വധഭീഷണി ഉണ്ടെന്നുള്ളത് ഈ കുടുംബം നേരത്തെ തന്നെ അറിയുകയും അതിനെതിരെ പരാതി കൊടുക്കുകയും ചെയ്തിട്ട് പോലും ഇവരുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് മരിച്ചുപോയ വെട്ടിക്കൊന്ന സുധാകരൻ ബൈക്കാണ് നിലത്ത് വീണ് കിടക്കുന്നത്. ഈ ബൈക്കിൽ പോകുമ്പോഴാണ് വെട്ടി അദ്ദേഹത്തെ അവിടെ ഇട്ട് കൊന്നത്. 2 പേരും അയൽവാസികളാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ, ചെന്താമരയുടെ ഭാര്യയും മകളും പിണങ്ങിപ്പോയത് ഈ വീട്ടുകാർ കാരണമാണെന്നുള്ള വൈരാഗ്യം ഇദ്ദേഹത്തിൻ്റെ മനസ്സിലിരിക്കുക. അങ്ങനെയാണ് ഈ സുധാകരൻ്റെ ഭാര്യ ആദ്യം ഇദ്ദേഹം വെട്ടിക്കൊല്ലുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹം ജയിലിൽ പോയത്. ജയിലിൽ പോയി പിന്നെ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഈ 2 കൊലപാതകം ആസൂത്രണം ചെയ്തത്. പിന്നെ ഇവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വലിയ പ്രതിഷേധത്തിലാണ്. കാരണം ഒരു വീട്ടിലെ 3 പേരെയാണ് ഈ പ്രതി കൊലപ്പെടുത്തിയത്. കാരണം വലിയ തൊട്ടപ്പുറത്തെ അമ്മ പോലും പറയുന്നത് ഇവിടെയൊക്കെ പ്രതി ജാമ്യത്തിലിറങ്ങിയ ശേഷം വലിയ പേടിച്ചാണ് ഇവിടെ കഴിഞ്ഞിരുന്നത്. നിങ്ങളിപ്പോ എന്ത് ദാരുണമായിട്ടാണ് ഈ പ്രതി 3 പേരെയും നിഷ്കരണം വെട്ടിക്കൊന്നു കളഞ്ഞതല്ലേ. ആദ്യം ഭാര്യയെ, പിന്നെ ഭർത്താവിനെ, പിന്നെ ഭർത്താവിൻ്റെ അമ്മയെ, ഇങ്ങനെ 3 കൊലപാതകം ചെയ്തു കഴിഞ്ഞു. എന്നിട്ട് ഈ പ്രതി നെല്ലിയാമ്പതി കാട്ടിലേക്ക് പോയെന്നാണ് സൂചന. പക്ഷേ ഭക്ഷണപ്രിയനാണ്. കഴിഞ്ഞ വട്ടവും കൊലപാതകം നടത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴാണ് ഈ പ്രതിയെ പിടികൂടിയത്. ആ അമ്മയും മകനെയും കണ്ടിട്ട് എന്ത് സങ്കടം വരുന്നുണ്ടല്ലേ. എന്തായാലും ഈ പ്രതിക്ക് തക്ക ശിക്ഷ തന്നെ കൊടുക്കണം. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച തന്നെയാണ് സംഭവിച്ചത്. കാരണം ഇങ്ങനെ ഒരു ഭീഷണി ഉള്ള സ്ഥിതിക്ക്, അല്ലെങ്കിൽ ഒരു പരാതി കിട്ടിയ സ്ഥിതിക്ക് നല്ല ഒരു സെക്യൂരിറ്റി തന്നെ അവർക്ക് കൊടുക്കണമായിരുന്നു. അതിന് സാധിച്ചിട്ടില്ല. പക്ഷേ പിന്നെ ഒരു കുട്ടി ഇദ്ദേഹത്തെ ഓടിപ്പോകുന്നത് കാണാനിടയായിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം തന്നെ പകുതി കഴിച്ച വിഷക്കുപ്പിയാണെന്ന് അറിയാൻ ഒരു വിഷക്കുപ്പി അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഓടി രക്ഷപ്പെട്ടത്. എന്തായാലും രാത്രിയും എല്ലാവരും അവിടെ തിരച്ചിൽ നടത്തുന്നുണ്ട് ഇദ്ദേഹത്തിന് വേണ്ടി. പോലീസ് ശക്തമായിട്ട് തിരച്ചിൽ നടത്തുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹം ഈ ക്രൂര കൊലപാതകം ചെയ്ത് ഇദ്ദേഹത്തെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. നമ്മുടെ നീതിന്യായ കോടതി തന്നെ ഇദ്ദേഹത്തിന് തക്ക ശിക്ഷ കിട്ടിയില്ലെങ്കിൽ ജനങ്ങൾ കയ്യേറും ഇദ്ദേഹത്തെ. വളരെ ദയനീയമായൊരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ആ അമ്മയെ പോലും ഇദ്ദേഹം വെറുതെ വിട്ടില്ല എന്നുള്ളതാണ്. വയസ്സായ അമ്മയെ പോലും വെറുതെ വിട്ടില്ല. അത്രയ്ക്കൊരു നീച മനസ്സിനുടമയാണ് ഇദ്ദേഹം, ചെന്താമര എന്ന് പറയുന്ന ഇദ്ദേഹത്തെ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ അനുവദിക്കരുത്.